ഇതുപോലെ നല്ല ആവി പറക്കണ ബിരിയാണി അങ്ങോട്ട് സെറ്റാക്കിയാലോ? വെറും ബിരിയാണി അല്ല കേട്ടാ, വെജിറ്റബിൾ ബിരിയാണി. പാൻ ചൂടാക്കിയിട്ടേ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് മാത്രം മതിയേ. 1 ഗ്ലാസ് അരി എടുത്തുകൊണ്ട് തന്നെ 1 സവാള അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 4 പച്ചമുളക് അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്ന പച്ചക്കറികളാണ് ഞാൻ ഇതിൽ കൊത്തി അരിഞ്ഞിട്ടിരിക്കുന്നത് കേട്ടോ. ഒരു തട്ടിക്കൂട്ട് ബിരിയാണി എന്നും പറയാം. സമയമില്ലാത്തപ്പോൾ പെട്ടെന്നൊക്കെ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയ പച്ചക്കറികളിൽ ക്യാരറ്റ്, ചേന, കായ, പയർ, ഓമക്കായ, ഉരുളക്കിഴങ്ങ് ഒക്കെ ഒന്ന് നൈസായിട്ട് ചെറുതായി കൊത്തി അരിഞ്ഞെടുത്തു. അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം വറ്റി തുടങ്ങുമ്പോൾ തുറന്നു നോക്കണം. എന്നിട്ട് അര തക്കാളി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയാണ് പുതിനയും മല്ലിയിലയും ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ലെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ബിരിയാണി ദം ചെയ്യുന്നതിൻ്റെ ഒരു മിനി വേർഷൻ. ഗരം മസാല സ്പ്രൗട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മല്ലിയില, ഫ്രൈഡ് ഓണിയൻ, കിസ്മിസ്, കാഷ്യൂനട്ട് ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലേവറിന് ഒരു ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് കൂടി ചേർക്കാം. എന്നിട്ട് അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ദം ചെയ്തെടുക്കാം. അരമണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം തുറന്ന് നോക്കിയാൽ നല്ലൊരു മണവും ഫ്ലേവറും ഒക്കെ കിട്ടും. റെഡി ആയാൽ പിന്നെ എന്ത് നോക്കാനല്ലേ. ഇതുപോലെ നല്ല ഒണിയൻ സലാഡിൻ്റെയും ചിക്കൻ ഫ്രൈഡും ഒക്കെ കൂടെ കൂട്ടി അങ്ങോട്ട് കഴിക്കാം.